നമ്മൾ പരമ്പരാഗത കോൺഗ്രസ് കോട്ടയായ വയനാട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഇത്തവണ രാഷ്ട്രീയ മാറ്റത്തിന് കളം ഒരുങ്ങുമോ എന്നതാണ് വയനാട്ടിലേക്ക് ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു ചോദ്യം. സുർജിത്ത് അയ്യപ്പത്ത് അതിന് ഉത്തരം നൽകാൻ ചേരുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്ന്. സുർജിത്ത്, വയനാട്ടിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കഴിഞ്ഞുപോയ കാലങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമയങ്ങളിൽ അങ്ങനെയല്ല. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ LDF വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വയനാട്ടിൽ. എന്താണ് വയനാട്ടിലെ പൊതുചിത്രം ചുരുക്കത്തിൽ? വിജയകുമാർ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സ്വഭാവമല്ല പാർലമെന്റ് ഇലക്ഷന്. പക്ഷേ പാർലമെന്റ് ഇലക്ഷനിൽ ലഭിച്ച ഊർജ്ജത്തിന്റെ ആത്മവിശ്വാസം UDF-നെ സംബന്ധിച്ചുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം, അതായത് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ അവസാന ദിവസം ആണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം പോലും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ UDF-നും പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല പല പ്രധാനപ്പെട്ട സീറ്റുകളിൽ വിമത സ്ഥാനാർത്ഥികളുടെ ശല്യം കോൺഗ്രസ് നേരിടുന്നുണ്ട്. ബ്രഹ്മഗിരി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രചാരണം. അതിൽ ഏറ്റവും വലിയ രീതിയിലുള്ള പ്രചാരണം എന്ന് പറയുന്നത് അത് ഈ ശബരിമല പ്രശ്നവും വലിയ അളവിൽ ഉയർത്തിക്കാട്ടാൻ വേണ്ടി UDF കേന്ദ്രങ്ങൾ ശ്രമിച്ചു എന്നുള്ളതാണ്. അതേസമയം LDF-നാകട്ടെ ഈ പരമ്പരാഗത കോട്ടകളുണ്ട്, തിരുനെല്ലി പോലെയുള്ള കോട്ടകളുണ്ട്. ആ കോട്ടകൾക്കകത്ത് അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ്. അവിടെ അടക്കം വിമത ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഒരു വാർഡിൽ ഉൾപ്പെടെയുണ്ട്. അതെല്ലാം തന്നെ CPM-ന് ഭീഷണിയാകുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ LDF-ന് ഭീഷണിയാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. NDA നില മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ്. ചില പഞ്ചായത്തുകൾ, പുൽപ്പള്ളിയും പൂതാടിയും അടക്കമുള്ള പഞ്ചായത്തുകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ പ്രതീക്ഷ ഉള്ളത്. അവസാന നിമിഷത്തിൽ പോലും, അതായത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന വിഷയമായി ഉയർന്നു വന്നത് ചൂരൽമല മുണ്ടക്കൈ പ്രശ്നം തന്നെയാണ്. അതിൽ ഈ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് കൂടിയായിട്ടുള്ള നസീർ ആലക്കലിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചിരിക്കുകയാണ് CPIM. അതിൽ ഒപ്പം തന്നെ 32 കുടുംബങ്ങളെ കൂടി ഇതിന്റെ ഭാഗമായി എത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വഞ്ചിച്ചു എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അതിൽ വീടുകളുടെ പ്രഖ്യാപനം അടക്കം സാധ്യമാകാത്ത സ്ഥിതിയുണ്ട്. കാരണം ദുരന്തബാധിതർക്ക് പ്രഖ്യാപിച്ചത് യൂത്ത് കോൺഗ്രസ് 30 വീടുകളാണ്, 100 വീടുകളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഈ വീടുകൾ എവിടെ എന്നുള്ള ചോദ്യം ആണ് നസീർ ആലക്കൽ ഉൾപ്പെടെയുള്ളവരും ഇടതുപക്ഷവും ഉയർത്തുന്നത്. ഇതിന് മറുപടിയായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു വാർത്താ സമ്മേളനം നടന്നിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ, അതിൽ ഈ CPM-ലേക്ക് പോയി എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ അടക്കം, അത് താൻ കോൺഗ്രസ് ആണെന്ന് പറയുന്ന വീഡിയോ അടക്കം എടുത്തു കാട്ടിക്കൊണ്ടാണ് ഈ T. സിദ്ദിഖ് MLA അടക്കമുള്ള വാർത്താ സമ്മേളനം നടത്തിയത്. ആ സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വീടുകളുടെ വിശദാംശങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി സിദ്ദിഖിനോട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കുന്നതാണ് ഈ പുനരധിവാസത്തിനുള്ള വീടുകൾ എവിടെയെന്ന്. അതിന് സ്ഥലം രജിസ്ട്രേഷനിലേക്ക് കടക്കുകയാണ്, എന്നാൽ അത് എവിടെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.